കടക്കാറ്റിൽ ഉപ്പുരസവും തൊട്ട് ജനൽപ്പാളികൾ അടയുമ്പോൾ ഗൗരി മുറിക്കുള്ളിൽ നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. പുറത്തു പെയ്യുന്ന നേർത്ത മഴയിൽ മുറ്റത്തെ വലിയ മാവിൻ്റെ തണലുകൾ മങ്ങിക്കാണപ്പെട്ടു. താഴത്തെ വലിയ മുറിയിൽ നിന്നും ദേവൻ്റെയും വീട്ടിലേക്ക് അതിഥിയായി വന്ന അനാമികയുടെയും ഉച്ചത്തിലുള്ള ചിരിയുടെയും തമാശകളുടെയും ശബ്ദം തുടർച്ചയായി കേൾക്കാമായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഈ വലിയ തറവാട്ട് വീട്ടിൽ നടക്കുന്നതൊന്നും ഗൗരിക്കൊട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇറുകിയ വസ്ത്രങ്ങളും ധരിച്ച് വലിയ വിദേശ നഗരത്തിൻ്റെ ശീലങ്ങളുമായി പെട്ടെന്നൊരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്ന അനാമികയുടെ സാന്നിധ്യം ഗൗരിയുടെ ഉള്ളിൽ ചെറിയൊരു അസ്വസ്ഥതയും അപകർഷതാബോധവും ഉണ്ടാക്കി. അത് വെറുമൊരു അസൂയായിരുന്നില്ല, മറിച്ച് തനിക്കേറെ പ്രിയപ്പെട്ട ഒന്നിലേക്ക് വേറൊരാൾ കടന്നു കയറുന്നു എന്ന സ്വാഭാവികമായ ഭയമായിരുന്നു. അടുക്കളയിൽ ദേവൻ്റെ അമ്മയോടൊപ്പം പ്രഭാത ഭക്ഷണം ഒരുക്കുമ്പോഴും ഗൗരിയുടെ ശ്രദ്ധ മുഴുവൻ ഉമ്മറത്തേക്കായിരുന്നു നീണ്ടത്. ചൂടോടെ തയ്യാറാക്കിയ ചായപാത്രവുമായി പുറത്തേക്ക് വരുമ്പോൾ ഉമ്മറത്തെ തടിച്ചാരി കസേരയിലിരുന്ന് അനാമികയുടെ വിശേഷങ്ങൾ കേട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കുന്ന ദേവനെയാണ് അവൾ കണ്ടത്. ദേവൻ്റെ അരികിലേക്ക് നടക്കുമ്പോൾ ഗൗരിയുടെ കൈകൾ അറിയാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ അരികിലെത്തി ചായ മേശപ്പുറത്ത് വെച്ചിട്ട് പോലും ഒന്നും അറിയാത്തതുപോലെ അനാമികയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ദേവൻ്റെ പ്രവൃത്തി ഗൗരിയിൽ ദേഷ്യവും വിഷമവും ഒരുപോലെ നിറച്ചു. ട്രേ മേശപ്പുറത്ത് വെച്ച് ദേവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം പോലും നോക്കാതെ അവൾ വേഗത്തിൽ അകത്തേക്ക് നടന്നു. ഗൗരിയുടെ ഈ പെട്ടെന്നുള്ള മാറ്റവും മുഖത്തെ കറുപ്പും ദേവൻ വ്യക്തമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ പുറമേക്ക് യാതൊരു ഭാവവ്യത്യാസവും കാണിച്ചില്ല. മുറിയിലെത്തി പഠിക്കാനുള്ള പുസ്തകങ്ങൾ മേശപ്പുറത്ത് വെച്ച് മറിച്ച് നോക്കിയിരുന്ന ഗൗരിയുടെ അരികിലേക്ക് അല്പം കഴിഞ്ഞപ്പോൾ ദേവൻ മെല്ലെ കടന്നു വന്നു. കൈകൾ മാറിൽ കെട്ടി വാതിൽപ്പടി ചാരി നിന്ന് അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖത്തെ കൊച്ചു കുട്ടികളുടെ പോലെയുള്ള പിണക്കവും ദേഷ്യവും കണ്ട് മൂക്കിൽ പടർന്ന ചെറിയ ചുവപ്പും കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടി നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്താടി രാവിലെ തന്നെ മുഖമൊക്കെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തതാണോ എന്ന് ദേവൻ വളരെ പതുക്കെ ചോദിച്ചപ്പോൾ ഗൗരി മുഖമുയർത്തി രൂക്ഷമായി ഒന്ന് നോക്കി. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് താഴെ പോയി സംസാരിക്കാൻ വേറെയും വലിയ വിശേഷങ്ങൾ കാണുമല്ലോ. എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് എന്ന് അവൾ അല്പം കടുപ്പത്തിൽ തന്നെ തിരിച്ചടിച്ചു. ദേവൻ പതിയെ വാതിലടച്ച് അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അവൻ അവളുടെ അപ്പോഴത്തെ വസ്ത്രധാരണത്തെയും വീട്ടിലെ ശീലങ്ങളെപ്പറ്റി അല്പം കളിയാക്കി സംസാരിച്ചപ്പോൾ ഗൗരിയുടെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിച്ചു. താൻ അനാമികയെപ്പോലെ വലിയ കോളേജിൽ പഠിച്ചവളോ നഗരത്തിലെ പുതിയ ശൈലികൾ അറിയുന്നവളോ അല്ലെന്ന ചിന്ത അവളെ മാനസികമായി അല്പം തളർത്തിയിരുന്നു. താൻ അനാമികയെപ്പോലെ വലിയ കോളേജിൽ പഠിച്ചവളോ നഗരത്തിലെ പുതിയ ശൈലികൾ അറിയുന്നവളോ അല്ലെന്ന ചിന്ത അവളെ മാനസികമായി അല്പം തളർത്തിയിരുന്നു. ദേഷ്യത്തോടെ തനിക്ക് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോകാൻ ശ്രമിച്ച ഗൗരിയുടെ കൈത്തണ്ടയിൽ ദേവൻ പെട്ടെന്ന് തൻ്റെ ശക്തമായ പിടിമുറുക്കി. അപ്രതീക്ഷിതമായി അവളെ ഒന്ന് കവർന്നെടുത്ത് അവൻ അവളെ തന്നിലേക്ക് അല്പം കൂടി അടുപ്പിച്ചു നിർത്തി. ആ പെട്ടെന്നുള്ള സ്പർശനത്തിൽ ഗൗരിയുടെ ശ്വാസം ഒന്ന് ഇടറിപ്പോയി. അവൻ കൈകൾ കൊണ്ട് അവളുടെ അരക്കെട്ടിൽ പിടിമുറുക്കി. അവളെ തന്നിൽ നിന്നും ഒരു ഇഞ്ച് പോലും മാറ്റാതെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ പ്രണയവും ദേഷ്യവും സങ്കടവും കലർന്ന ആ പ്രത്യേക ഭാവം കണ്ടപ്പോൾ ദേവന് തടുക്കാനായില്ല. അവൻ അവളുടെ വിറയ്ക്കുന്ന വാടിയ മുഖത്തേക്ക് മെല്ലെ കുനിഞ്ഞു. അപ്രതീക്ഷിതമായി അവളെ ഒന്ന് കവർന്നെടുത്തവൻ അവളെ തന്നിലേക്ക് അല്പം കൂടി അടുപ്പിച്ചു നിർത്തി. ആ പെട്ടെന്നുള്ള സ്പർശനത്തിൽ ഗൗരിയുടെ ശ്വാസം ഒന്ന് ഇടറിപ്പോയി. അവൻ കൈകൾ കൊണ്ട് അവളുടെ അരക്കെട്ടിൽ പിടിമുറുക്കി. അവളെ തന്നിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറ്റാതെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ പ്രണയവും ദേഷ്യവും സങ്കടവും കലർന്ന ആ പ്രത്യേക ഭാവം കണ്ടപ്പോൾ ദേവനെ തടുക്കാനായില്ല. അവൻ അവളുടെ വിറയ്ക്കുന്ന വാടിയ മുഖത്തേക്ക് മെല്ലെ കുനിഞ്ഞു. അവളോടുള്ള പ്രണയം മുഴുവൻ നിറഞ്ഞു നിന്ന ആ നിമിഷത്തിൽ അവൻ അവളുടെ തണുത്ത ചുണ്ടുകളിൽ ആഴത്തിൽ അതരം ചേർത്തു. ഗൗരി ആദ്യം ഒന്ന് കൊതറാൻ ശ്രമിച്ചെങ്കിലും ദേവൻ്റെ അതരങ്ങളുടെ ചൂടിൽ അവളുടെ സകല പ്രതിരോധങ്ങളും അലിഞ്ഞുപോയി. അവൻ അവളുടെ കഴുത്തിലും കവിളിലും പ്രണയാർദ്രമായി ഉമ്മകൾ നൽകി. ദേവൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഗൗരിയുടെ മനസ്സിനെ അലട്ടിയിരുന്ന ദേഷ്യവും സംശയങ്ങളും സങ്കടങ്ങളുമെല്ലാം ആ ഒറ്റ മുഹൂർത്തത്തിൽ അലിഞ്ഞില്ലാതായി. അവൾ അവൻ്റെ മാറിൽ തൻ്റെ കവിളമർത്തി. അവൻ്റെ ബലമുള്ള കൈകളിൽ തൻ്റെ ശരീരത്തെ പൂർണ്ണമായും അടിയറവ് വെച്ചു. അല്പസമയം കഴിഞ്ഞ് അവളെ തന്നിൽ നിന്നും പതുക്കെ വേർപ്പെടുത്തി ദേവൻ അവളുടെ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി. ഇനി അനാമികയെക്കുറിച്ചോ മറ്റാരെങ്കിലും കുറിച്ചോ ഓർത്ത് എൻ്റെ പെണ്ണ് വല്ലാതെ വേവലാതിപ്പെടേണ്ട കേട്ടോ, അവൻ അവളുടെ കാതോരം മെല്ലെ മന്ത്രിച്ചു. ആ വാക്ക് നൽകിയ ആശ്വാസത്തിൽ ഗൗരി ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ ഒന്നുകൂടി മുട്ടുകുത്തിയിരുന്നു. താഴെ നിന്നും അമ്മയുടെ വിളി കേട്ടപ്പോൾ ദേവൻ അവളുടെ മൂക്കിൽ പതുക്കെ പിടിച്ചു തുരുമി താഴേക്ക് പോയി.
ഗൗരി കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവളുടെ കവിളുകൾ അപ്പോഴും നാണം കൊണ്ടും പ്രണയം കൊണ്ടും ചുവന്നിരുന്നത് അവൾ കണ്ടു. എങ്കിലും അകത്തളങ്ങളിൽ എവിടെയോ അനാമികയുടെ വിളി കേൾക്കുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത അവളുടെ ഉള്ളിൽ വീണ്ടും തങ്ങി നിന്നു. തങ്ങളുടെ പ്രണയം എത്രത്തോളം ശക്തമാണെന്നറിഞ്ഞിട്ടും പെണ്ണെന്ന നിലയിൽ അവളുടെ ഉള്ളിൽ നിഴലിച്ച ആ ചെറു അസൂയ അടുത്ത ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാതെ ഗൗരി ജനലിലൂടെ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. വിരുന്നുകാരിയുടെ വരവോടെ തറവാട്ടിലെ ദിനചര്യങ്ങൾക്ക് വലിയൊരു മാറ്റം വന്നു. പ്രഭാതം മുതൽ സന്ധ്യ വരെ വീടിൻ്റെ പല മൂലകളിൽ നിന്നും അനാമികയുടെ സംസാരവും ദേവിനുമൊത്തുള്ള പഴയ ഓർമ്മകളുടെ പങ്കുവെക്കലുകളും കേൾക്കാം. താലൂക്ക് ഓഫീസിലെ ജോലിക്ക് ശേഷം വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്ന ദേവൻ ചായ കുടിച്ച ശേഷം ഉമ്മറത്തെ തടിത്തെണ്ണയിലിരുന്ന് അനാമികയോട് വർത്താനം പറയുന്നത് ഗൗരിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. അടുക്കളയിലെ പണികൾ ഓരോന്നായി ഒതുക്കി തീർക്കുമ്പോഴും ഗൗരിയുടെ കണ്ണുകൾ പൂമുഖത്തേക്ക് നീണ്ടു. വിദേശത്തു നിന്നും അടുത്തിടെ തിരിച്ചെത്തിയ അനാമികയ്ക്ക് നാട്ടിലെ വിശേഷങ്ങൾ ഓരോന്നും അറിയാൻ വലിയ കൗതുകമായിരുന്നു. അതിനെല്ലാം വളരെ ക്ഷമയോടെയും ചിരിയോടെയും മറുപടി നൽകുന്ന ദേവനെ നോക്കുമ്പോൾ ഗൗരിയുടെ നെഞ്ചിൽ കനലെരിയുന്നത് പോലെ പുകഞ്ഞു. സന്ധ്യ മയങ്ങിയതോടെ അനാമിക കുളിക്കാനായി മുറിയിലേക്ക് പോയി. ആ അവസരം കാത്തു നിന്നതുപോലെ ഗൗരി പൂമുഖത്തേക്ക് വന്നു. ദേവന്റെ മുന്നിൽ തല ഉയർത്തി നിന്നു. അവളുടെ മുഖത്ത് ഗൗരവം കണ്ടതും ദേവൻ കയ്യിലെ പത്രം താഴെ വെച്ച് അവളെ നോക്കി അല്പം പുഞ്ചിരിച്ചു. എന്താടി, പണികളെല്ലാം കഴിഞ്ഞോ? അവൻ വളരെ സ്വാഭാവികമായി ചോദിച്ചു. എങ്കിലും ആ ചോദ്യത്തിന് മറുപടി നൽകാൻ ഗൗരി തയ്യാറായില്ല. അവൾ ചുറ്റും ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവന് നേരെ ഒരു അടി കൂടി അടുത്തു നിന്നു. നിങ്ങൾക്ക് സംസാരിച്ച് മതിയായില്ലെങ്കിലേ റൂമിലേക്ക് വിളിച്ചു വരുത്തി സംസാരിച്ചുകൂടെ? നാട്ടുകാർ മുഴുവൻ കാണാൻ ഇങ്ങനെ ഒരു ഉമ്മറത്ത് തന്നെ ഇരിക്കണോ? ഗൗരിയുടെ ശബ്ദത്തിൽ ദേഷ്യവും വിഷമവും ഒരേപോലെ കലർന്നു. അവളുടെ ഈ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ദേവനൊന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിൽ ഒരു കളിയാക്കലിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ഗൗരിയുടെ തൊട്ടടുത്തേക്ക് വന്നു. അവൾ പിറകോട്ട് മാറാൻ തുടങ്ങിയതും അവൻ അവളുടെ വലത് കൈ ബലമായി പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുത്തു. എന്താടി, എൻ്റെ പെണ്ണിന് ഇത്ര അസൂയ? അവൾ നമ്മുടെ വീട്ടിൽ വന്ന അതിഥിയല്ലേ? അവളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അവൻ അവളുടെ ചെവിയോരം കുനിഞ്ഞു ചോദ്യമെറിഞ്ഞു. എനിക്ക് അസൂയ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ അവൾ നിങ്ങളെ നോക്കുന്നതും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നതൊന്നും എനിക്ക് കാണാൻ വയ്യ. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയതോടെ ഗൗരി തൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. ഗൗരിയുടെ കണ്ണീർ വീണ കവളുകൾ കണ്ടതോടെ ദേവൻ്റെ കളിയാക്കലെല്ലാം ഇല്ലാതായി. അവൻ അവളുടെ ഇരു ചുമലുകളിലും പിടിച്ചവളെ കൂടുതലായി തന്നിലേക്ക് അടുപ്പിച്ചു. മറ്റാരും കാണാത്ത വിധത്തിൽ പൂമുഖത്തെ വലിയ തൂണിൻ്റെ മറവിലേക്ക് അവളെ അവൻ ഒതുക്കി നിർത്തി. അവൾ വീണ്ടും എന്തോ പറയാൻ തുനിഞ്ഞെങ്കിലും ദേവൻ തൻ്റെ കൈവിരലുകൾ അവളുടെ ചുണ്ടുകൾക്ക് കുറുകെ വെച്ച് അവളെ തടഞ്ഞു. ഇനി ഒരു വാക്കുപോലും മിണ്ടരുത്, അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അവൻ്റെ കണ്ണുകളിലെ ഗൗരവവും പ്രണയവും കണ്ടതോടെ ഗൗരിയുടെ ശ്വാസം നിലച്ചു. അവൻ അവളുടെ മുഖം കൈക്കൊമ്പിളിലെടുത്ത് അവളുടെ കണ്ണീർ കണങ്ങളെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. തുടർന്ന് അവൻ അവളുടെ തണുത്ത കവളുകളിലും മൂക്കിൻ്റെ തുമ്പിലും ആർദ്രമായി മുത്തി. ഗൗരിയുടെ കൈകൾ അറിയാതെ ദേവൻ്റെ ഷർട്ടിൻ്റെ കോളറ് പിടിമുറുക്കി. അവളിലെ സകല പിണക്കങ്ങളും ദേഷ്യവും ഇല്ലാതാക്കി. അവൻ അവളുടെ അതരങ്ങളിലേക്ക് ആഴത്തിലമർന്നു. ആ രാത്രിയുടെ നേർത്ത വെളിച്ചത്തിൽ പൂമുഖത്തെ തണുത്ത കാറ്റിന് പോലും ചൂട് പിടിപ്പിച്ചുകൊണ്ട് അവർ പരസ്പരം പ്രണയത്തിൽ ലയിച്ചു. ഒടുവിൽ അവളിൽ നിന്നും മെല്ലെ വേർപെട്ട് അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ അവൻ മന്ത്രിച്ചു. എൻ്റെ ജീവിതത്തിൽ ഈ നെഞ്ചിൽ നിനക്കല്ലാതെ വേറെ ആർക്കും സ്ഥാനമില്ലടി കുട്ടി. ആ വാക്കുകൾ നൽകിയ വലിയ ആശ്വാസത്തിൽ ഗൗരി അവൻ്റെ മാറിൽ തലയാഴ്ച്ചു. രാത്രി ഭക്ഷണത്തിന് ശേഷം എല്ലാവരും ഉറങ്ങാൻ പോയെങ്കിലും ഗൗരിയുടെ മുറിയിലേക്ക് കടന്നു വന്ന ദേവൻ ഉറക്കം വന്നില്ല. അവൻ കട്ടിലേക്ക് കിടക്കുകയായിരുന്ന ഗൗരിയുടെ അരികിലേക്ക് ചെന്ന് അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂട് പുറകിൽ അനുഭവിച്ചറിഞ്ഞ ഗൗരി അവൻ്റെ കൈകളിൽ തൻ്റെ കൈവിരലുകൾ കോർത്തു പിടിച്ചു. തങ്ങൾക്കിടയിലെ പ്രണയത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന നിമിഷങ്ങളിൽ അവർ കൂടുതൽ തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം വരാനിരിക്കുന്ന ചില പുതിയ വഴികളെക്കുറിച്ചോ യാത്രകളെക്കുറിച്ചോ ചിന്തിക്കാതെ ആ രാവിൻ്റെ വശ്യതയിൽ അവർ ഒന്നായി ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം നേരം പുലർന്നത് ഗൗരിയുടെ ജീവിതത്തിൽ അല്പം ആശങ്കയും ഒപ്പം വിരഹത്തിൻ്റെ നേർത്ത നിഴലും വീഴ്ത്തിയാണ്. രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചു വന്ന അടുക്കളയിൽ അമ്മയെ സഹായിക്കുമ്പോഴാണ് ഗൗരിയുടെ ഫോൺ അടിക്കുന്നത്. നോക്കുമ്പോൾ നാട്ടിൽ നിന്നും അമ്മയുടെ വിളിയാണ്. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം അമ്മ വിഷയത്തിലേക്ക് കടന്നു. കുടുംബക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയും വാർഷികോത്സവവും അടുത്ത വെള്ളിയാഴ്ച കൊടിയേറും. ഗൗരിയുടെ ജാതകത്തിലെ ചില ദോഷങ്ങൾ മാറുന്നതിനായി ക്ഷേത്രത്തിൽ 3 ദിവസം നിർമ്മാല്യം തൊഴുത് പ്രത്യേക വഴിപാടുകൾ നടത്തുന്നതിനായി വീട്ടിലേക്ക് വരണമെന്നും അമ്മ നിർബന്ധപൂർവ്വം പറഞ്ഞു. നേർച്ച നേരത്തെ താൻ വഴിപാടായി നേർന്നതാണെന്നും അതിലൊരു വീഴ്ചയും വരുത്തരുതെന്നും അമ്മ ഗൗരിയെ ധരിപ്പിച്ചു. അമ്മയുടെ വാക്കുകൾ കേട്ട് ഗൗരി ഒരു നിമിഷം തരിച്ചു നിന്നു. 3 ദിവസത്തോളം ദേവനെ പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ പോയി നിൽക്കുക എന്നത് ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അതിലുപരി അനാമിക ഈ വീട്ടിലുള്ളപ്പോൾ ദേവനെയും ഈ അന്തരീക്ഷത്തെയും തനിച്ചാക്കി പോകുന്നത് അവളുടെ മനസ്സിൽ അസൂയയ്ക്കും ഭയത്തിനും വേണ്ടി തിരികൊളുത്തി. ഞാൻ നോക്കട്ടെ അമ്മേ, ദേവേട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്ന് മടിയോടെ പറഞ്ഞവൾ
ഫോൺ വെച്ചു. ഫോൺ സംഭാഷണം കേട്ട് അടുക്കളയിലേക്ക് വന്ന ദേവൻ ഗൗരിയുടെ മുഖത്ത് അസ്വസ്ഥത കണ്ട് കാര്യം അന്വേഷിച്ചു. അമ്മ വിളിച്ച കാര്യവും വഴിപാടിനായി 3 ദിവസം അവിടെ പോയി നിൽക്കണമെന്ന ആവശ്യവും അവൾ ദേവനോട് പറഞ്ഞു. അതിന് നീ എന്താ ആലോചിക്കുന്നത്? കുടുംബത്തിലെ കാര്യമല്ലേ. നേർച്ചയുണ്ടെങ്കിൽ പോയി തൊഴുതുവാ, പ്രാർത്ഥിച്ചുവാ, ദേവൻ വളരെ ലളിതമായി പറഞ്ഞു. എന്നാൽ ദേവൻ്റെ ആ മറുപടി ഗൗരി ചൊടിപ്പിച്ചു. താൻ ഇവിടെ നിന്ന് പോകുന്നത് ദേവന് വലിയ കാര്യമായി തോന്നുന്നില്ല എന്ന ചിന്ത അവളെ ദേഷ്യമുണ്ടാക്കി. നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഉണ്ടായാലും ഇല്ലായാലും ഒരുപോലെയാണല്ലോ. 2 ദിവസം ഞാൻ മാറി നിന്ന് ഇവിടെ ചിലർക്ക് സംസാരിക്കാനും നടക്കാനും കൂടെ സ്വാതന്ത്ര്യം കിട്ടും, അവൾ പിറുപിറുത്തു. അവളുടെ ആ വാക്ക് കേട്ടതും ദേവൻ്റെ മുഖത്തെ പാവം മാറി. അവൻ അവളുടെ കൈത്തന്നെ മുറുകെ പിടിച്ച് മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി വാതിലടിച്ചു. നീ എന്താടി പറഞ്ഞു വരുന്നത്? ദേവൻ്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? ആ അനാമിക വന്നത് മുതൽ നിങ്ങൾക്ക് എന്നോട് ഒരു സംസാരിക്കാൻ പോലും സമയമില്ല. ഗൗരി കണ്ണുകൾ നിറച്ചുകൊണ്ട് തിരിച്ചടിച്ചു. അവൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ദേവൻ അവളെ ഒന്ന് കവർന്നെടുത്ത് തന്നിലേക്ക് അടുപ്പിച്ചു നിർത്തി. അവളുടെ ഇടതൂർന്ന മുടിയിഴകൾക്ക് പിന്നിലൂടെ കൈകൾ കടത്തി അവളുടെ മുഖം തൻ്റെ മുഖത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചു. നിന്റെ ഈ അനാവശ്യ ചിന്തകളും കുസൃതിയും അവസാനിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഗൗരി എന്ന് അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവൻ്റെ വിരലുകൾ അവളുടെ കഴുത്തിലും തൂളിലും പ്രണയാർദ്രമായി അമർന്നപ്പോൾ ഗൗരിയുടെ സകല ദേഷ്യവും അലിഞ്ഞുപോയി. അവൻ അവളുടെ തണുത്ത കവളുകളെ തൻ്റെ അതരങ്ങളിൽ ചേർത്തു. തുടർന്നുള്ള നിമിഷങ്ങളിൽ അവരുടെ ശ്വാസങ്ങൾ ഒന്നായി മാറി. വിരഹത്തിൻ്റെ ഭയം 2 പേരുടെയും ഉള്ളിൽ പ്രണയത്തിൻ്റെ തീഷ്ണത കൂട്ടി. ദേവൻ അവളെ ചേർത്ത് പിടിച്ച് കട്ടിലിലേക്കിരുത്തി. അവളുടെ ചുവന്ന ചുണ്ടുകളിൽ അവൻ തൻ്റെ പ്രണയം ആവോളം പകർന്നു നൽകി. നീ പോയി വരണം, അത് നിന്റെ കുടുംബത്തിൻ്റെ ആഗ്രഹമല്ലേ. പക്ഷെ തിരിച്ചു വരുമ്പോൾ നിന്റെ ഈ കുസൃതിയും പിണക്കവും എല്ലാം ഈ വഴിപാടോടെ തീർന്നിരിക്കണം, അവൻ അവളുടെ കാതിലേക്ക് സ്വകാര്യം പറഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ഗൗരി തുടങ്ങി. തുണികളൊക്കെ ബാഗിൽ അടക്കി വെക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഓരോ നിമിഷവും ദേവനെ തന്നെ തിരഞ്ഞു. ഉമ്മർ അനാമികയോടൊപ്പം ദേവനിരുന്ന് സംസാരിക്കുമെന്ന് കാണുമ്പോൾ മുൻപത്തെ പോലെ ദേഷ്യത്തിന് പകരം പിരിയുന്നതിൻ്റെ വലിയൊരു സങ്കടമാണ് ഗൗരിയുടെ നെഞ്ചിൽ അനുഭവപ്പെട്ടത്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് മുറിയിലെത്തിയപ്പോൾ 2 പേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. എങ്കിലും ആ മൗനത്തിൽ വലിയൊരു പ്രണയം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ യാത്രയാകുമ്പോൾ തന്നെ കാത്തു നിൽക്കുന്ന വിരഹത്തിൻ്റെ ദിനങ്ങളെ ഓർത്ത് ഗൗരി ദേവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ പറ്റിപ്പിടിച്ചു. നേരം പുലർന്നപ്പോൾ തറവാട്ടുമുറ്റത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ഗൗരി ഉണർന്നത്. യാത്രയ്ക്കുള്ള ചെറിയ സഞ്ചിയും എടുത്ത് മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ഉമ്മറത്തെ തൂണിച്ചാരി തന്നെ നോക്കി നിൽക്കുന്ന ദേവനെയാണ് അവൾ കണ്ടത്. രാത്രി മുഴുവൻ ഉണർന്നിരുന്നത് പോലുള്ള കണ്ണുകളിലേക്ക് നോക്കാൻ ഗൗരിക്ക് കഴിഞ്ഞില്ല. അടുത്ത 3 ദിവസങ്ങൾ ഈ വലിയ വീട്ടിൽ ദേവൻ്റെ സാന്നിധ്യമില്ലാതെ എങ്ങനെ കഴിച്ചുമുട്ടുമെന്ന ചിന്ത അവളുടെ നെഞ്ചിൽ വലിയൊരു പാര അമർന്നു. ഉമ്മറ പടിയിറങ്ങി കാറിനടുത്തേക്ക് നടക്കുമ്പോൾ വീട്ടിൽ മറ്റാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ദേവൻ അവളുടെ അരികിലേക്ക് വന്നിറങ്ങി. അവൻ അവളുടെ കൈവിരലുകളിൽ പതിയെ തൊട്ട് തന്നിലേക്ക് അല്പം കൂടി ചേർത്ത് നിർത്തി. നേരത്തിന് ഭക്ഷണം കഴിക്കണം, വഴിപാടൊക്കെ കഴിഞ്ഞ് വേഗം തിരിച്ചെത്തണം. അവൻ്റെ ശബ്ദത്തിൽ മുൻപെങ്ങുമില്ലാത്ത ആർദ്രത തങ്ങി നിന്നു. ഗൗരി ഒന്നും മിണ്ടാത്ത തലയാട്ടി ഒടുവിൽ അവൻ്റെ മുഖത്തേക്കൊന്നു നോക്കി. കാറിൽ കയറിയിരുന്ന വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോഴും റിയർ വ്യൂ മിററിലൂടെ തറവാട്ടുമുറ്റത്ത് തനിച്ചു നിൽക്കുന്ന ദേവൻ്റെ രൂപം മങ്ങുന്നത് വരെ അവൾ നോക്കി നിന്നു. സ്വന്തം വീട്ടിലെത്തിച്ചേർന്നുവെങ്കിലും ഗൗരിയുടെ മനസ്സ് മുഴുവൻ തറവാട്ടിലും ദേവൻ്റെ ഓർമ്മകളിലുമായിരുന്നു. ക്ഷേത്രത്തിലെ ഉത്സവവും ജനത്തിരക്കും പൂജകളുമൊന്നും അവളുടെ ഉള്ളിലെ വിരഹവേദനയ്ക്ക് ശമനമുണ്ടാക്കിയില്ല. വെള്ളിയാഴ്ച വൈകുന്നേരം കൊടിയേറിയതോടെ ക്ഷേത്രത്തിൽ പൂജകൾ ആരംഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിൽ പുലർച്ചെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഈറൻ വസ്ത്രങ്ങളോടെ അവൾ ക്ഷേത്രത്തിൽ നിർമാല്യം തൊഴുതു. കുമ്പിട്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അവളുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് ദേവൻ്റെ മുഖം മാത്രമായിരുന്നു. രാത്രികളിൽ ഫോണിലൂടെ കേൾക്കുന്ന ദേവൻ്റെ പതിവ് ശബ്ദം മാത്രമായിരുന്നു അവൾക്കൊരേ ഒരാശ്വാസം. തങ്ങൾക്കിടയിലുണ്ടായിരുന്ന ചെറിയ പിണക്കങ്ങളും സംശയങ്ങളുമെല്ലാം എത്രമാത്രം അനാവശ്യമായിരുന്നുവെന്ന് ഈ പിരിഞ്ഞിരുന്ന ദിവസങ്ങളിൽ അവൾ തിരിച്ചറിഞ്ഞു. അനാമികയോടുള്ള വെറുപ്പല്ല, മറിച്ച് ദേവനോടുള്ള അളവറ്റ പ്രണയമാണ് തൻ്റെ അസൂയയ്ക്ക് കാരണമെന്ന് അവൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ അവസാനത്തെ നിർമ്മാലയം തൊഴുത് പ്രസാദം വാങ്ങി ഗൗരി തിരികെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ബസ്സിലിരിക്കുമ്പോൾ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഓരോ മിനിറ്റ് യുഗങ്ങൾ പോലെയാണ് അവൾക്ക് തോന്നിയത്. ഉച്ചയ്ക്കൂടെ തറവാട് വീടിൻ്റെ പടിപ്പുര കടന്ന് അവൾ ഉമ്മറത്തേക്ക് വന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് അകത്തുനിന്ന് ഇറങ്ങി വന്ന ദേവനാണ്. 2 ദിവസത്തെ വിരഹം അവനിലുണ്ടാക്കിയ മാറ്റങ്ങൾ ആ മുഖത്ത് വ്യക്തം. അനാമിക ഇന്നലെ വൈകുന്നേരം തന്നെ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് തിരികെ പോയെന്ന വിവരവും അമ്മയിൽ നിന്നും അവൾ അറിഞ്ഞു. ഗൗരി വേഗത്തിൽ മുറിയിലേക്ക് പോയി. പുറകെ കടന്നു വന്ന ദേവൻ അകത്തുനിന്നും വാതിൽ ചാരി ഒറ്റ നിമിഷം കൊണ്ട് അവൻ അവളെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. ഗൗരിയുടെ കയ്യിലിരുന്ന പൂജാപ്രസാദം ഭാഗം താഴെ വീണു. വിരഹത്തിൻ്റെ സകല താപവും ഉരുകി ഒലിക്കുന്ന രീതിയിൽ അവൻ അവളുടെ കവളുകളിലും കഴുത്തിലും തൻ്റെ അതരങ്ങൾ അമർത്തി. ഗൗരി അവൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റി. അവൻ നൽകുന്ന ഓരോ ഉമ്മകൾക്കും അതേ തീവ്രതയോടെ മറുപടി നൽകി. എന്നെ ഇനി ഇതുപോലെ വിട്ടു പോകരുതടി, അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തല അയച്ചു. അവൻ്റെ ഹൃദയമിടിപ്പ് കേട്ടുകൊണ്ട് തൃപ്തിയോടെ കണ്ണുകൾ അടച്ചു.
തീരത്തെ പുണരാൻ വെമ്പുന്ന തിരമാലകളെപ്പോലെ എല്ലാ പിണക്കങ്ങളും മറന്ന് ആ പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവർ വീണ്ടും ഒന്നായി അലിഞ്ഞു ചേർന്നു.